Good morning, ma'am. ഇന്ന് ജസ്റ്റ് ടീച്ചറാണോ? ടീച്ചർ വന്നിട്ടില്ല. Good morning. Good morning, teacher. Good morning. Good morning. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Renisha. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ ആണ് എടുത്തത്. എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes, ma'am. അപ്പൊ നമുക്കൊരു പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ ചെയ്യുന്നേ? Prayer അല്ല. O Lord of the word of knowledge, please bless our teachers. Please bless us too. Every piece of knowledge is not small. Make all knowledge easy for us. Remove all thorns from our hearts. Let the grass of knowledge put on our hearts. Oh God, we pray, you please accept you our prayers. ഓക്കെ. ഇപ്പോ ഗ്രിഗാറിയസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, നിങ്ങൾ ഏത് ടൈപ്പാണ്, ടീച്ചർ ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇൻട്രോവേർട്ട് ഉണ്ട്, എക്സ്ട്രോവേർട്ട് ഉണ്ട്, ആംബിവേർട്ട് ഉണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ. ആദ്യം സഹജുനൊന്ന് പറഞ്ഞേ, ഏത് ടൈപ്പാ? ഞാൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ മാത്രമാണ് എന്റെ വാ തുറക്കുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ പിന്നെ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എക്സ്ട്രോവേർട്ട് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഈ ടീച്ചർ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ട് സഹകരിച്ച് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം. എപ്പോഴും പ്ലസന്റ് ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം. കുട്ടികളുടെ കാര്യത്തിലായാലും പാരന്റ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ളതാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. നിരന്തരം പല പാരന്റ്സ് പല പരാതികളും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ആയിട്ട് പാരന്റ്സ് വരും. അപ്പൊ അവരായിട്ട് ഒന്ന് സംസാരിക്കണമെങ്കിൽ പാരന്റ് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അതായത് ആരോട് സംസാരിച്ചാലും പിന്നോട്ട് നിൽക്കുന്നതല്ല ടീച്ചേഴ്സ്, മുന്നോട്ട് വന്ന് അവരുടെ ഓരോരുത്തരുടെ കാര്യം സംസാരിക്കുന്നവരായിരിക്കണം ടീച്ചേഴ്സ്. ഒരു ഇൻട്രോവേർട്ടിന് ചിലപ്പോൾ പെട്ടെന്ന് അത് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു എക്സ്ട്രോവേർട്ടിന് പെട്ടെന്ന് എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്മെന്റോടുകൂടി സംസാരിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ അടുത്തത് ആരാണ് പറയുന്നത്? റിനീഷ, ഏത് ടൈപ്പാണ്? ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? മാം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. 2 മാസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇനി അറിഞ്ഞു വരുന്നേ ഉള്ളൂ മാം. അന്നേരം അധികം സംസാരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിൽക്കുന്ന, അധികം ആരോടും ടച്ചില്ലാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത ആളുകളെയാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ആംബിവേർട്ട് എന്ന് പറഞ്ഞാല് ഇൻട്രോവേർട്ട് അല്ല, എക്സ്ട്രോവേർട്ട് ആണ്. കാരണം കുറച്ച് സംസാരിക്കുന്ന ഒരു ടൈപ്പിലുള്ളതാണ് ഞാൻ. കാരണം ആരെ കണ്ടാലും സംസാരിക്കും, അവരോട് അന്വേഷിച്ചും ഇങ്ങനെ ചോദിക്കും. അങ്ങനെ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഒരുപാടും അല്ല, ഒരുപാട് അങ്ങനെ അവരെ ബോറടിപ്പിച്ചുകൊണ്ടുള്ള സംസാരം അങ്ങനെയില്ല. എങ്കിലും സൈലന്റ്, ഒരുപാട് സംസാരിക്കാത്ത ഒരു ടൈപ്പല്ല. അധികം സംസാരിക്കുന്ന തന്നെയാണ് എനിക്കും ഇഷ്ടം. മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ
അടുത്തത് ആരാ പറയുന്നേ? ദിവ്യ കെ. ദിവ്യ. നിത്യ ഹരിദാസ്. നിത്യ ഹരിദാസ്. ഞാൻ ഇതിന്റെ ക്ലാസ് കണ്ടില്ലായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിനല്ല. എങ്കിലും ആരെ കണ്ടാലും വിഷ് ചെയ്യാനും അതുപോലെ എന്താണ് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ നോക്കുമല്ലോ. അതങ്ങനെ ഉൾവലിഞ്ഞു പോകുന്ന കൂട്ടത്തിലല്ല. ആരോടാണെങ്കിലും വിശേഷങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ശ്രമിക്കുന്നതാണ്. അപ്പൊ എനിക്കിത് ഇതിന്റെ നേരത്തെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അത് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല. ഇനി ആർക്കാ പറയാനുള്ള ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ സെമിയിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താണെന്ന് പറയാനായിട്ട്. ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ? ആർക്കും പറയാനില്ല? ഓക്കെ. അപ്പോ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവത്തിനുടമയാണ് ഇൻട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. ആരോടെങ്കിലും സംസാരിക്കില്ല. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള അവര് ടീച്ചേഴ്സ് ആയാല് എന്താ സംഭവിക്കുക? കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയില്ല ഒരിക്കലും. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരിക്കലും കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ഇനി ടീച്ചർ എന്താ യൂണിറ്റ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. യൂണിറ്റ് 9 ആണ് കേട്ടോ. പാർട്ട് 3 യൂണിറ്റ് 9. ഓക്കെ. അപ്പൊ എന്താ ചെയ്യാ? കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇൻട്രോവേർട്ട് ആയാല് ടീച്ചേഴ്സ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാല് അതായത് എല്ലാവരോടും സംസാരിക്കുന്ന, എപ്പോഴും സംസാരിച്ചിരിക്കുന്ന ആളുകളെയാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഓവറായിട്ട് അല്ലെ, കൂടുതലായിട്ട് സംസാരിക്കുക അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് എക്സ്ട്രോവേർട്ട് ആയിക്കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? ടീച്ചർക്ക് സംസാരിക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതൊരു ചാപ്റ്ററിൽ സ്കൂൾ മാനേജ്മെന്റ് ആണോന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. വഴിയിലൊക്കെ വെച്ച് പാരന്റ്സിനെ കണ്ടു കഴിഞ്ഞാല് സ്കൂളിലത്തെ കാര്യങ്ങളൊന്നും, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യാനൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ധാരാളം കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. അപ്പോ എക്സ്ട്രോവേർട്ട് ആയിരിക്കാനും ടീച്ചേഴ്സ് പാടില്ല, ഇൻട്രോവേർട്ട് ആയിരിക്കാനും പാടില്ല. അപ്പൊ ടീച്ചേഴ്സ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആംബിവേർട്ട് കേട്ടോ. എക്സ്ട്രോവേർട്ടിനും ഇൻട്രോവേർട്ടിനും നടുക്കായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഓരോന്നിന്റെ ഏത് രണ്ടിന്റെയും സ്വഭാവ സവിശേഷതകൾ കുറച്ച് എടുത്തിട്ടുള്ളതാണ് എന്ത് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആംബിവേർട്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് റിപ്പീറ്റേഷന് പകരമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ തിരുത്തുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്? കമ്മ്യൂണിക്കേഷനിൽ എന്താ നടക്കുന്നേ? കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണത് കേട്ടോ. അതായത് നോളജ് പാസ് ചെയ്യുന്നു, ഒരാളുമായിട്ട് വിവരങ്ങൾ കൈമാറുന്നു. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പല റിലേഷനും നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. പല ബന്ധങ്ങളും നമുക്ക് ഇല്ലാതാകുന്നത് കമ്മ്യൂണിക്കേഷന്റെ ആബ്സെൻസ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. എൻകോഡിംഗ് ഉണ്ട്, ഡീകോഡിംഗ് ഉണ്ട്, മെസ്സേജ്, റിസീവർ, സെൻഡർ. ഇതിന് തമ്മിൽ എന്താണ്? പരസ്പരം, സെൻഡറും റിസീവറും തമ്മിൽ പരസ്പരം കാര്യങ്ങൾ കൈമാറുന്നതിനെയാണ് എന്ത് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത പേജ് തുടങ്ങി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അബ്സ്ട്രാക്ഷനെ കുറിച്ചിട്ടാണ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കുട്ടികളാണെങ്കിലും അവർക്ക് ഇന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുമല്ലോ. പുതിയൊരു ലെസൺ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മള് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇമാജിൻ ചെയ്യാനുള്ള കഴിവിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്?
അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അബ്സ്ട്രാക്ഷൻ എന്നാൽ എന്താണ്? കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ്, ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്. അപ്പൊ 6 വയസ്സ് വരെയുള്ള കുട്ടികളില് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ച് എടുക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തന്നെ അടുത്തത് ക്യൂരിയോസിറ്റി ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ആ, നെക്സ്റ്റ് ക്യൂരിയോസിറ്റി ആണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജിജ്ഞാസ എന്ന് പറയും അതിന്റെ മലയാളം, അല്ലെ? ക്യൂരിയോസിറ്റി അതായത് ഹൗ, വൈ, ഫോർ വാട്ട്, ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനെയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ചോദ്യം ചെയ്യാനുള്ള കഴിവ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, അതെന്തുകൊണ്ടാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യങ്ങള് കുട്ടികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വലിയവരാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്യൂരിയോസിറ്റി, അതാണ് ക്യൂരിയോസിറ്റി. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്യൂരിയോസിറ്റി എന്ന് പറയാം. ഓക്കെ, അടുത്തത് കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ക് കൂട്ടുന്നുണ്ട്, അല്ലെ? ഇപ്പൊ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ടെൻഡൻസി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ വലിയവരാണെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കണക്ക് കൂട്ടുക? ഒരു മനുഷ്യന്റെ ടെൻഡൻസിയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുക നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ കാൽക്കുലേഷനിൽ വരുമ്പോ? നാളത്തെ ഭാവി എന്തായിരിക്കും, എനിക്ക് ആരായി തീരണം, എനിക്ക് നാളെ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, എന്തായി തീരണം, അങ്ങനെ ഓരോരോ കാൽക്കുലേഷൻ ഉണ്ട് ഓരോ വ്യക്തിക്കും. ചിലപ്പോ നടക്കണം എന്നില്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു കണക്കൂട്ടലുണ്ട്, ഞാൻ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത് എന്നൊക്കെ. അതെ, ഓരോരോ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെ? ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര സാലറി ഉണ്ടെന്ന് നമുക്കൊരു, ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും, എനിക്ക് എത്ര സാലറി അവിടെ നിന്ന് കിട്ടണം. നമ്മുടെ പാഷൻ മാത്രമല്ലല്ലോ, നമുക്കൊരു ഇൻകം കൂടി നമുക്ക് കയ്യിൽ വേണമല്ലോ. യൂണിറ്റ് 9 ആണ് കേട്ടോ, യൂണിറ്റ് 9 പാർട്ട് 3 യൂണിറ്റ് 9 ടെൻഡൻസി ഓഫ് മാൻ. അപ്പോ നമ്മുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് എന്ത്, നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇത്ര സാലറി കിട്ടിയാൽ നമുക്ക് അവിടെ പോകാം എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, സ്വത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ സഹദുന പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ഓവറോൾ കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവുന്നതാണ്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ. പിന്നെ അടുത്തത് റെപ്പിറ്റേഷൻ ആണ്. റെപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ആവർത്തനമാണ്. അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം. നമ്മുടെ ലൈഫില് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കും, അല്ലെ? നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആകുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം പെർഫെക്ഷൻ ആകുന്നത് വരെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഹോട്ടൽസിൽ കയറാണ്. ഒരു ദിവസം നമ്മളൊരു ഹോട്ടലിൽ കയറി, അവിടുത്തെ ഫുഡ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഒരു ടേസ്റ്റ് അവിടെ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ വീണ്ടും ആ ഹോട്ടലിൽ കയറാനായിട്ട് താല്പര്യപ്പെടുകയെ ചെയ്യില്ലേ? അങ്ങനെ നിങ്ങൾ ചെയ്യോ? ഹോട്ടലില് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഷേക്ക് കടയിൽ കയറി ഒരു ഷേക്ക് കുടിച്ചു, വേറെ എവിടെ നിന്നും കിട്ടാത്ത ടേസ്റ്റ് ആണ് ആ ഷേക്കിനുള്ളതെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, അവിടുന്ന് ഷേക്ക് കുടിക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടും, അല്ലെ? അപ്പോ നല്ല നല്ല ഫുഡുകളോട് അല്ലെങ്കിൽ നല്ല നല്ല മൂവീസ്, ഒരു മൂവി നമ്മൾ കണ്ടു എന്ന് വിചാരിക്കാം. നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഉണ്ടാവും, അല്ലെ? അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒരിക്കലും ചിലപ്പോൾ 5 or 6 തവണ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾക്ക് പഠിക്കാനായിട്ട് ഒരു വിഷയം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനായിട്ട്. ആ പഠനം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമായിരിക്കും ഉണ്ടാവുക, നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, അത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെ? അതുപോലെ തന്നെ ഒരു ബുക്ക് വായിച്ചു, നമുക്കത് ഭയങ്കര ഇഷ്ടമായി, നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കും.
പിന്നെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒരിക്കലും അത് കേൾക്കുന്നത്, എല്ലാ ദിവസവും പലതവണ ആ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോ ഇത്തരത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. കുട്ടികളിൽ വെച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, കൂടുതൽ ആക്ടിവിറ്റീസിൽ കളികളിൽ ഏർപ്പെടുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചെയ്താലും പഠിക്കില്ല, എത്ര തവണ ചെയ്താലും അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ പറഞ്ഞത്? അബ്സ്ട്രാക്ഷൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ക്യൂരിയോസിറ്റി പറഞ്ഞു, കാൽക്കുലേഷൻ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ PDF വായിക്കുമ്പോൾ നിങ്ങൾ പറയണോട്ടൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ കുറച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്തതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയും. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ശ്രദ്ധ അല്ലെ. ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഓരോ എന്താ പറയാ ചില മേഖലകളോട് താല്പര്യം ഉണ്ടാകും. ഓരോ ഏരിയാസ് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ വലിയവരാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഓരോന്നിനോടും ശ്രദ്ധ ഉണ്ടാകും. ചില കുട്ടികൾക്ക് പഠിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, ചില കുട്ടികൾക്ക് കളിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഇപ്പോ എല്ലാത്തരം കുട്ടികൾക്കും ഇപ്പോൾ ഉള്ള പ്രവണതയാണ് മൊബൈലിനോടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക. ശരിയല്ലേ? ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണ്? മൊബൈൽ ഫോണുകളോടല്ലേ? അവരുടെ ശ്രദ്ധ ഇതിനകത്തോട്ടാ പോകുന്നേ, മൊബൈൽ ഫോണുകളിൽ അല്ലെങ്കിൽ അതിലുള്ള വീഡിയോ ഗെയിംസിലോട്ടാണ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ഓരോ വ്യക്തികൾ എടുത്താലും, നിങ്ങൾ ഓരോ ആളുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയോടായിരിക്കും. ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അവരെ കൂടുതൽ ശ്രദ്ധിക്കാനായിരിക്കും ഇതിനകത്ത് ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക. എന്നാൽ ചില ആളുകൾക്ക് പ്രൊഫഷനോടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക, അവർ ചെയ്യുന്ന ജോലിയോട്. ഫാമിലിയൊക്കെ പിന്നെയാണ് വരുന്നത്. ആ ജോലിയിൽ അവർ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്നു, അവർക്ക് എത്രമാത്രം നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നു, ജോലിക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ മാറ്റിവെക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അത്തരത്തില് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ചില ആളുകൾക്കാണെങ്കിൽ ഹോബീസിനോടായിരിക്കും താല്പര്യം. ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും താല്പര്യം, ചിലവർക്ക് അഭിനയിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും. അപ്പൊ അതിനകത്തോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾ, ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ അതായത് സിനിമ അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, അവരുടെ ഒരു പാഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ ഹോബി എന്ന രീതിയിൽ അതിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് വെൽത്തിനോടായിരിക്കും താല്പര്യം, എങ്ങനെയും സ്വത്ത് സമ്പാദിക്കണം, അതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. ചില ആളുകൾ കണ്ടിട്ടില്ലേ പിശുക്കന്മാരായിട്ടുണ്ടാവുക, അതായത് എപ്പോഴും കിട്ടുന്ന പണം അങ്ങനെ കൂട്ടി കൂട്ടി സ്വരൂപിച്ച് വെക്കുക, എങ്ങനെയും വരുമാനം ഉണ്ടാക്കുക. അപ്പൊ അതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ പോകുന്നത്. പിന്നെ ചില ആളുകൾക്കാണെങ്കിൽ ഹെൽത്തിനോടായിരിക്കും താല്പര്യം, ആരോഗ്യത്തോട് അല്ലെ. അതായത് കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, ജിമ്മിൽ പോവുക, അതിനുവേണ്ടി മാത്രം, അതായത് ആ ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ ഹെൽത്തും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ പല മേഖലകളിലോട്ട് കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. ഓക്കെ, ചിലർക്ക് ഫാമിലി ആകാം, ചിലർക്ക് പ്രൊഫഷൻ ആകാം, അല്ലെങ്കിൽ ചിലർക്ക് ഹോബീസ് ആകാം, വെൽത്ത് ആവാം, ഹെൽത്ത് ആകാം. കുട്ടികളെയും അങ്ങനെ നമുക്ക് തരംതിരിക്കാനാവും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്താണോ, അവർക്ക് ഏതിലോട്ടാണോ കൂടുതൽ ശ്രദ്ധ. ചില കുട്ടികൾക്ക് പഠിക്കാനായിരിക്കില്ല താല്പര്യം, സ്പോർട്സിലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ ആണ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമാണ്. നമ്മുടെ ജോലി നമുക്ക് പാഷനായിട്ട് കൂടി മാത്രമല്ല, നമുക്കൊരു ഇൻകം എന്ന നിലയിൽ നമുക്ക് വർക്കിനെ കാണാവുന്നതാണ് അല്ലെ. ജോലി ചെയ്താൽ മാത്രമാണ് നമ്മുടെ ദൈനംദിന ജീവിതം, അതായത് എന്ത് ജോലിയും ആവട്ടെ, അതിപ്പോ ഒരു പ്രൊഫഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടു ജോലി ആയിക്കോട്ടെ, ആ ജോലികൾ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡെയിലി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ദാറ്റ് ഈസ് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചില ആക്ടിവിറ്റീസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽസിൽ, നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽസ് വരുമല്ലോ അധികം വൈകാതെ. അപ്പൊ അതിനകത്ത് പല പല ആക്ടിവിറ്റികൾ ഉണ്ട്. ബോറിംഗ് ആക്ടിവിറ്റി ഉണ്ട്,
അതായത് ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിക്കുന്നതുണ്ട്, സ്പൂണിങ് ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ വർക്കുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് പെർഫെക്ഷൻ. പെർഫെക്ഷൻ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. കണ്ടോ, 11ാമത്തെ പോയിന്റ് ആണ് കേട്ടോ പെർഫെക്ഷൻ. ഞാൻ ഓർഡറിലായിട്ടല്ല പറയുന്നത്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പെർഫെക്ഷൻ. അതല്ലെങ്കിൽ ഭംഗിയോടുകൂടി ഒരു കാര്യം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പെർഫെക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് കൊടുത്തു. ആ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫൈനൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഡ്രസ്സ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം മാക്സിമം അത് ഭംഗിയാക്കാൻ നോക്കുന്നുവോ അത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരോട് പറയും. അതായത് കഴുത്ത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ലെങ്ത് ഇത്രയായിരിക്കണം, ഡിസൈൻ വേണം പൂക്കളുടെ, അല്ലെങ്കിൽ ത്രെഡ് വർക്ക് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, ആ ഡ്രസ്സിനെ നല്ല ഭംഗിയുള്ളതാക്കി തീർക്കാനായിട്ട്. ഓക്കെ, ഒരു കാര്യം നല്ല രീതിയിൽ ഭംഗിയോടുകൂടി ചെയ്ത് തീർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പെർഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണ് നമ്മള്. ഗാർഡൻ, വീട്ടിലൊക്കെ ഗാർഡൻ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അതിനെ നമുക്ക് എന്ത് ഉദാഹരണമായിട്ട് പറയാം, പെർഫെക്ഷൻ ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു ലെസൺ നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഈ ടെൻഡൻസി ഓഫ് മാൻ എന്ന് പറയുന്ന ആ ഒരു ലെസൺ നമ്മൾ പഠിച്ചു. അത് എത്രത്തോളം നമ്മൾ ഡെപ്തിൽ പഠിക്കുന്നുവോ അത്രയും പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവുകയാണ് നമ്മൾ ആ വിഷയത്തില്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ PDF പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ഒരു ടെൻഡൻസിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും നോട്ട് തയ്യാറാക്കുകയും ചെയ്യുക. അപ്പൊ അത്രമാത്രം നിങ്ങൾ അതിനകത്ത് പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പെർഫെക്ഷൻ. ഒരു കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി, അല്ലെങ്കിൽ അത് എത്രയും ഭംഗിയാക്കാൻ പറ്റുന്നവോ അത്രയും ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, പെർഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെൽഫ് കൺട്രോൾ. 10ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. സെൽഫ് കൺട്രോൾ എന്നാണ് പറയാ, കാര്യങ്ങൾ ആത്മനിയന്ത്രണത്തോടു കൂടി ചെയ്യാനുള്ള കഴിവ്. അതായത് നമുക്കൊരു സെൽഫ് കൺട്രോൾ വേണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ദേഷ്യം വരുമ്പോൾ അത് അടക്കി വെച്ച് നമ്മൾ മാന്യമായിട്ട് പെരുമാറും അല്ലെ. ഇപ്പൊ നമ്മൾക്ക് തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനോട് നമുക്ക് ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ പ്രിൻസിപ്പളോട് നമുക്ക് ദേഷ്യം തോന്നാം. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രകടിപ്പിക്കാനായിട്ട് സാധ്യമല്ല അല്ലെ. പ്രകടിപ്പിച്ചത് മോശമല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലെ ദേഷ്യം എന്ത് ചെയ്യും, അത് അടക്കി വെക്കും. അത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പെരുമാറുക. ഇപ്പൊ കുട്ടികൾക്ക് ചെറിയ വയസ്സ് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് സാധുന, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. ഇന്നിപ്പോ 10ാം ക്ലാസ്സിൽ മറ്റേ പിള്ളേര് SLC എഴുതാൻ വേണ്ടി പോണില്ലേ, ആ ഒരു കേസില്ലേ ഷഹബാസ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല. അതെ അതെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, ദേഷ്യമുള്ളതൊക്കെ പ്രകടിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പൊ കുഞ്ഞിലേ തുടങ്ങിയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് കൺട്രോൾ വളർത്തിയെടുക്കുക. കുട്ടികൾക്ക് നമ്മളത് കൂടുതൽ മോണ്ടിസോറി ബേസിലാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് കൊടുത്ത് കുട്ടികളെ സെൽഫ് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ പല പോയിന്റുകളും പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. 13ാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതിനകത്ത് 13 അല്ല കേട്ടോ, ഇതിനകത്ത് 12 കിടക്കുന്നത്. ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ പറയുന്നേ. ഇതെന്ന് വെച്ചാല് എന്ത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള കഴിവ്. നമ്മൾ ഐഡിയാസ് പലത് കണ്ടുപിടിക്കുന്നു, ഡിഫറെന്റ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് അത് ചെയ്യാനായിട്ട് നോക്കുന്നു. പുതിയതായിട്ട് സയൻസ് ഇന്നോവേഷൻ, അതായത് എന്താ പറയാ സയന്റിഫിക്കലി നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ലാബിലൊക്കെ ചെന്നിട്ട് പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറില്ലേ സ്കൂളുകളിൽ. പിന്നെ എന്താ പറയാ, ചെറിയ ഇലക്ട്രിക്കൽ ബൾബൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് കാണാം. സയൻസ് എക്സിബിഷൻ ഒക്കെ കുട്ടികളുടെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് സ്കൂളുകളിൽ.
കുട്ടികൾ തന്നെ ഓരോന്ന് കണ്ടുപിടിക്കുന്നതാണ്. റോബോട്ട്, ഒരു സ്വയമേ റോബോട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. അത് വലിയവർക്കായാലും ഉണ്ടാവും, ചെറിയവർക്കായാലും ഉണ്ടാവും. വലിയവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. ദ ലാസ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യമാണ്. കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാനുള്ള കഴിവ്. നമ്മളിപ്പോ എന്ത് കാര്യങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളോട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു, അപ്പൊ നമ്മൾ അവിടെ അവർക്ക് ഫ്രീഡം കൊടുത്താൽ മാത്രമാണ് അവർക്ക് അവരുടെ രീതിയിൽ എന്ത് ചെയ്യാം, ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഫ്രീഡം ആണ് എന്തിനും ആധാരമായിട്ടുള്ളത്, എന്തിനും ബേസ് ആയിട്ടുള്ളത് ഫ്രീഡം തന്നെയാണ്. ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും സാധിക്കുക. അപ്പൊ നമുക്ക് ഫ്രീഡം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രീഡം വേണം, ഇൻഡിപെൻഡൻസ് വേണം, അല്ലെ? നമ്മളെ ആരെങ്കിലും ചങ്ങലക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് പറയാം? ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബേസ് ആയിട്ടുള്ള പോയിന്റ്സ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? 14 പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർക്കിന്റെ മലയാളം പറയൂ. വർക്ക് ജോലിയാണ് കേട്ടോ. ജോലി ചെയ്യാനുള്ള താല്പര്യം, ജോലി. മിസ്, 4ാമത്തെ പോയിന്റ് എന്താ? 4ാമത്തെ പോയിന്റ് ഏതായിരുന്നു പറഞ്ഞിരുന്നേ? ഞാനിവിടെ 4ാമത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, ഗ്രിഗാറിയസ്നെസ് ഞാൻ പറഞ്ഞു. അതായത് അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു കുട്ടി രാവിലെ സ്കൂളിൽ വന്നു, ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. വൈകുന്നേരം ആയപ്പോഴേക്കും അവൻ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും പ്രനീഷ് അങ്ങനെ സംഭവിക്കുന്നത്? ഭയങ്കര സങ്കടം. ഇപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹാപ്പി ഗ്ലൂമി ആയിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവുകയാണ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും? നമ്മളിപ്പോ ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ആ കുട്ടി ക്ലാസ്സിൽ വരുമ്പോ ആ കുട്ടിയുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടി ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരോട് കളിക്കുന്നു, ചിരിക്കുന്നു, പഠിക്കുന്നു. അപ്പൊ ആ കുട്ടിയുടെ മൂഡ് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ആ കുട്ടി പക്ഷെ കാലത്ത് വന്ന ആ ഒരു ഇതായിരിക്കില്ല ആ കുട്ടിക്ക് പോകുന്ന ആ സമയത്ത്. ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവാം. ഗ്ലൂമി എന്നുള്ളൊരു ഇതിന്ന് വന്നിട്ട് ഒരു ഹാപ്പി മൂഡിലായിരിക്കും തിരിച്ചു പോവുക. അങ്ങനെ അതായത് ഒരു കുട്ടിയുടെ കറന്റ് ഫീലിങ്സ് അപ്പൊ തന്നെ ആ കുട്ടിയുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. നമുക്കായാലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഫ്രണ്ട്സിനോട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനോട് നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമം മാറും. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ, കണ്ണിൽ നിന്നൊക്കെ വെള്ളം ധാരാളമായിട്ട് വരുന്നുണ്ടാകാം. ഒരു സങ്കടപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ, എനിക്ക് ആരും ഇല്ലെന്നുള്ള തോന്നലൊക്കെ നമുക്ക് ചിലപ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് നമ്മുടെ സങ്കടങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാല്, ആ ഫ്രണ്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മുടെ സങ്കടം മാറും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കരച്ചിൽ മാറില്ലേ നമ്മുടെ? അപ്പൊ നമ്മുടെ കറന്റ് ഫീലിങ്സ്, അതായത് നമ്മുടെ നിലവിലുള്ള ഫീലിങ്സ് നമ്മുടെ ഏറ്റവും അടുത്ത, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമം മാറുകയും നമ്മൾ പിന്നീട് നോർമലായി തീരുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്രിഗാറിയസ്നെസ് കേട്ടോ. കറന്റ് ഫീലിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഗ്രിഗാറിയസ്നെസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ചില ആളുകൾ ഷെയർ ചെയ്യും, ചില ആളുകൾ ഷെയർ ചെയ്യൂല. ചില ആളുകളാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നും പറയും, പൂർണ്ണമായിട്ട് പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തില് പേഴ്സൺസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ചില ആളുകൾ എല്ലാരും തുറന്നു പറയുന്നവരുണ്ട്, അവരെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ചില ആളുകളൊന്നും തുറന്നു പറയാത്തവരുണ്ട്, അവരെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇനി ചില ആളുകളാണെങ്കിൽ രണ്ടിനും ഇടയിലായിട്ട് നിൽക്കുന്നവരുണ്ട്, അവരെ നമുക്ക് ആംബിവേർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഈ ആംബിവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ എന്നൊക്കെ ചോദിച്ചത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഗ്രിഗാറിയസ്നെസ്സിൽ ഉള്ളത്.
ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, ഇനി അടുത്തത് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. അപ്പോ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ടെൻഡൻസീസിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്, വേറെ ഒന്നും അതിനകത്തില്ല. ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ഒന്ന് നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണെന്ന്. ഓരോരുത്തരായിട്ടൊന്ന് പറയണം കേട്ടോ. ഞാനൊരു ബേസ് ഇട്ട് തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പൊ ഇനി അതിലൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? സഹദുന വായിച്ചോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ചെയ്യാം. കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ചെറുതായിട്ടൊന്നും മനസ്സിലായില്ല, ചെറുതായിട്ട് മനസ്സിലായ ഒരു പോയിന്റ് വെച്ച് പറയാം. ഈ ആദിമ കാലഘട്ടത്തിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്നേ തുടങ്ങി അവന്റെ ഈ പ്രയാണം എന്ന് പറയുന്നത്, അതായത് ഇവന്റെ യാത്ര എന്ന് പറയുന്നത് തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് വായിച്ചു മനസ്സിലായത്. ആദ്യം ഏർലി മാൻ എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ. എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന പര്യവേഷണം അഥവാ കണ്ടെത്തല്. അപ്പൊ ആദിമ മനുഷ്യൻ എന്തൊക്കെയാണ് അവര് എല്ലാരും ഒരുമിച്ചാണോ കണ്ടെത്തിയത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോന്ന് കണ്ടെത്തിയത് അങ്ങനെയല്ലേ? പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സില്? അതെ, ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് കണ്ടെത്തി. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു മോണ്ടിസോറി സ്റ്റുഡന്റിനും. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും ഓരോ ഇമോഷനിലൂടെയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനനുസരിച്ചുള്ള മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണോ ആ പോയിന്റ്? ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയൂല കേട്ടോ. കുഴപ്പമില്ല, ഞാൻ വേറെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കട്ടെ കേട്ടോ. അഫ്ന മോൾക്ക് മനസ്സിലായോ? ആർക്കാണ് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്നത്? സാധുവിനെ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പിന്നെ കുറച്ചൊരു പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ആരാണ് പറയുന്നേ? ആർക്കാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഇതിനൊന്ന് റിലേറ്റ് ചെയ്യാമോ? ആർക്കും മനസ്സിലായില്ലേ? റിനീഷയ്ക്ക് മനസ്സിലായോ? റിനീഷ മിസ് അന്ന് പറഞ്ഞത് ഈ ആദ്യം മനുഷ്യൻ ഓരോരോ കണ്ടെത്തലുകൾ കൊണ്ട് ഓരോന്ന് സാധിച്ചെടുത്തു. ഇപ്പൊ അവര് ഈ ടൂൾസ് ഉണ്ടാക്കിയതാണെങ്കിലും ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോന്ന് കണ്ടെത്തിയത്. പിന്നെ ഇരുമ്പ് കണ്ടെത്തി, അങ്ങനെ ഓരോന്ന് കണ്ടെത്തി. അങ്ങനെ എന്തോ അല്ലേ മിസ് പറഞ്ഞേർന്നത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് ആദ്യം അവരെ ഫുഡിന് വേണ്ടിയിട്ട് കുറെ, അതായത് പ്രൈമറി നീഡ്സ് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫുഡ് കണ്ടെത്തി. അതായത് ചിലപ്പോ ഫസ്റ്റ് ഒക്കെ അവരെന്താണ് കായ്കനികള്, ഫ്രൂട്ട്സ് ഒക്കെയാണ് മരങ്ങളിൽ നിന്ന് പറിച്ചു കഴിച്ചിരുന്നത് അല്ലെ. പിന്നീട് അവര് വേട്ടയാടാൻ ആരംഭിച്ചു. മൃഗങ്ങളെ വേട്ടയാടി അവരത് എന്താണ് നമ്മൾ കണ്ടിട്ടില്ല, തീയില വേവിച്ച് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷെൽട്ടർ കണ്ടെത്തി. അതായത് ആദ്യം അവര് എന്താ പറയാ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? കൂട്ടമായിട്ട് താമസിക്കാൻ, ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാനായിട്ട്, കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ ചെന്ന് താമസിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തില് പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യുകയും ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ആദ്യം മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് പ്രാചീന ശിലായുഗ മനുഷ്യൻ എന്ന് നമ്മൾ പറയില്ലേ, പ്രാചീന കാലത്ത് നിയോളിത്തിക് ഏജ് ഉണ്ട്, പ്രീ നിയോളിത്തിക് ഏജ് ഉണ്ട്. അപ്പൊ അത്തരം കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഇപ്പൊ അതായത് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് പല കാര്യങ്ങളും കേൾക്കാനും കാണാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, ആ തൊട്ടിലിൽ അവൻ കിടക്കുമ്പോൾ ആ ലോകത്തെ, അതായത് ആ തൊട്ടിലുള്ള ലോകത്തെ കാണാനും കേൾക്കാനും തൊട്ടറിയാനുമാണ് എന്ത് ചെയ്യുക? അവൻ ശ്രമിക്കുക. അപ്പൊ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചൈൽഡ്
ഗോൾ ഓഫ് എക്സ്പ്ലോറേഷൻ ഈസ് ടു ഹോൾഡ് എന്ന് പറയുന്നുണ്ട്. ചൈൽഡിന്റെ ലക്ഷ്യം എന്താണ് എക്സ്പ്ലോറേഷനിലൂടെ? കുട്ടിയുടെ ലക്ഷ്യം എന്താണെന്നാണ് അവിടെ പറയുന്നത്. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അവന്റെ തലച്ചോറിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, അവന്റെ ബ്രെയിൻ ഇംപ്രൂവ് ആവുകയാണ്. ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ അവന്റെ ബ്രെയിൻ ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ട് പൊരുത്തപ്പെടുന്നു, അവന്റെ ഫാമിലിയുമായിട്ട് പൊരുത്തപ്പെടുന്നു, അവന്റെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെടുന്നു. അതൊക്കെയാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ, ഞാൻ പറഞ്ഞ പോയിന്റുകൾ തന്നെ അതിന്റെ ഒരു ചുരുക്കമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലോറേഷൻ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നു, ധാരാളം കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് മനുഷ്യന് സാധിക്കുന്നു, പുതിയ പുതിയ ലോകത്തെ പരിചയപ്പെടാനായിട്ട് പറ്റുന്നു, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഓർഡർ ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓർഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർഡർ, ഓരോ കാര്യങ്ങൾക്കും ഓരോരോ ഓർഡർ ഉണ്ട്. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓർഡറിലൂടെയാണ് അവൻ വളർന്നു വരുന്നത്. അതെ, ഓർഡർ തെറ്റിപ്പോയാൽ എന്ത് പറ്റും? ഡിസോർഡർ ആവുമല്ലോ. അവിടെ ഡിസോർഡർ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല, നമ്മൾ മെന്റലി ഡൗൺ ആയി പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് അവിടെയും പറയുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അതായത് കുട്ടികൾക്ക് ഈ എക്സ്പ്ലോറേഷനും അതുപോലെ തന്നെ ഓർഡറും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻസോറിയൽ മെറ്റീരിയൽസ് കുട്ടികൾക്ക് കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് കാണിക്കും സെൻസോറിയൽ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് പ്രാക്ടിക്കൽസിൽ വരുമ്പോൾ കാണിക്കും. നിങ്ങൾ എന്താണ് പ്രാക്ടിക്കൽസിൽ വരാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടോ? ആയോ? തീരുമാനമായോ? അപ്പൊ മാം പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഏതോ ഒരു ബാച്ചിന് എക്സാം നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതുമായിട്ട് കുട്ടികൾ കൂടുതലും റിലേഷൻ, അതായത് കുട്ടികൾ കൂടുതലായിട്ട് അതുമായിട്ട് ബന്ധം ഉണ്ടാകുന്നു, അതിന്റെ സൈസ് എത്രയാണെന്ന് മനസ്സിലാകുന്നു, അതിന്റെ വെയിറ്റ്, അതിന്റെ ലെങ്ത്, വോളിയം, ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് കണ്ടെത്താനും അത് ഓർഡറിൽ അത് പഠിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പൊ മോണ്ടിസോറി എൻവയൺമെന്റ് അതിന് കുട്ടികളെ സഹായിക്കും. അത്രയുമാണ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡറിൽ. ഏതാണ്? സെൻസോറിയൽ മെറ്റീരിയൽസ് ആണോ? സെൻസോറിയൽ മെറ്റീരിയൽസ് കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ, സെൻസോറിയൽ മെറ്റീരിയൽസുമായിട്ട് കുട്ടികളെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്, ഓർഡറിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മെറ്റീരിയലിന്റെ സൈസ് എന്താണ്, അതിന്റെ വെയിറ്റ് എന്താണ്, അതിന്റെ ലെങ്ത് എന്താണ്, അതിന്റെ വോളിയം എങ്ങനെയാണ് വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ഓക്കെ, അപ്പൊ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരൊറ്റ പോയിന്റിൽ ഓർത്തിരിക്കുക, കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ത് പറയാ, എക്സ്പ്ലോറേഷൻ എന്ന് പറയാ. നമ്മുടെ ചുറ്റുപാടുകൾ, എൻവയൺമെന്റിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡറായിട്ട് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഓർഡറിലൂടെ പോയാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മള് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. കൃത്യമായിട്ടൊരു ഓർഡർ ഉണ്ട് നമ്മുടെ മെറ്റീരിയൽസിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിലൂടെ പോയാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം അതിന്. ഇനി അടുത്തത് ഗ്രിഗാറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം, കാരണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഗ്രിഗാറിയസ്നെസ്, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറന്റ് ഫീലിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് ഗ്രിഗാറിയസ്നെസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ഒരാളുടെ മെസ്സേജ് മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ. അപ്പോ ഇത് രണ്ടും എന്താണ്, മനുഷ്യന്റെ ടെൻഡൻസിയാണ്. മനുഷ്യന്റെ മരണം വരെ നിലനിൽക്കുന്ന രണ്ട് ടെൻഡൻസിയാണത്, ഗ്രിഗാറിയസ്നെസ്സും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ദെൻ അബ്സ്ട്രാക്ഷൻ ആണ്. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി പറയുന്നുണ്ട് ഇവിടെ. അബ്സ്ട്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലോകത്തിനപ്പുറം അല്ലെങ്കിൽ ഈ വേൾഡിനപ്പുറം നമുക്ക് ചിന്തിക്കാനും മനസ്സില് ആശയങ്ങള്, കണ്ടന്റ്സ് ഒക്കെ രൂപപ്പെടാനുമുള്ള മനുഷ്യന്റെ കഴിവിനെ എന്ത് പറയുന്നു,
അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പോയിന്റുകൾ പറഞ്ഞു തരുവാണ്. ഇവിടെ നേരത്തെ ഞാൻ ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവാണ്. നമ്മുടെ ഈ വേൾഡിനപ്പുറം പല കാര്യങ്ങളും ഉണ്ടെന്നുള്ള ഒരു എന്താ പറയാ, പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ പല ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നതിനുമുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് നേരിട്ട് ദൃശ്യമല്ലാത്ത പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവാം, അറിവുണ്ടാവാം അല്ലെ. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ടച്ച് ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ എന്തുണ്ടാവാം, നമുക്ക് അറിവുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് പഠിച്ചെടുക്കാനുള്ള കഴിവ്, നമ്പേഴ്സ് പഠിച്ചെടുക്കാനുള്ള കഴിവ്, ടൈം പഠിച്ചെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ എന്തില് വരുന്നതാണ്, അബ്സ്ട്രാക്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പോ ലാംഗ്വേജ്, ടൈം, നമ്പേഴ്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള കഴിവിനെ നമ്മൾ എന്ത് പറയുന്നു, കുട്ടിയുടെ അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് കുട്ടി വളരുന്നതിനനുസരിച്ച് ഇതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ ഇപ്പോ കുട്ടിക്ക് ടൈം അറിയില്ല, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ടൈം നോക്കുന്നത്, ടൈം പറയുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവര് വലുതാവുമ്പോൾ എന്ത് ചെയ്യും, അവരത് ആ ഒരു കാര്യം കൃത്യതയോടുകൂടി പഠിച്ചെടുക്കും. ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പലരും വർത്തമാനം പറയുന്നത് കേട്ടിട്ടാണ് കുട്ടി ആ ഒരു ഭാഷ പഠിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യാണ്, വളരും തോറും അത് ഡെവലപ്മെന്റിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തില് കുട്ടിയുടെ ആശയങ്ങൾ രൂപപ്പെടുന്നതിനെ അല്ലെങ്കിൽ കുട്ടി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ എന്ത് പറയുന്നു, അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ എൻവയൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നതിനെ എന്തുകൂടി പറയുന്നുണ്ട്, അബ്സ്ട്രാക്ഷൻ എന്ന് കൂടി പറയും. ഓക്കെ, അബ്സ്ട്രാക്ഷൻ ക്ലിയർ ആണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്, നമുക്ക് എന്താ പറയാ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കുക. ഓക്കെ, സാധാ പോലെയല്ല, ഇത് പാർട്ട് 3-ലാണല്ലോ വരുന്നത്, അതുകൊണ്ടാണ്. ഇനി അടുത്തത് ഇതിനകത്ത് തന്നെ വരുന്നതാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. അടുത്ത കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കൂട്ടോ എന്തായാലും. ഇത് ആബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാല് എൻവയൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സ്വാഭാവിക ആഗ്രഹമാണ് ക്യൂരിയോസിറ്റി. നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവയൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതുപോലെ അതിനെക്കുറിച്ച് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അത്തരത്തിലുണ്ടാകുന്ന കുട്ടിയുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആഗ്രഹത്തെയാണ് എന്ത് പറയാ, ക്യൂരിയോസിറ്റി എന്ന് പറയാ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹൗ, വാട്ട്, അതുപോലെ തന്നെ വെൻ. അതായത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും അറിവ് തേടാനും ഇത് കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചോദ്യങ്ങളൊക്കെ എന്താണ്, ചോദിക്കാനും അതുപോലെ അന്വേഷിക്കാനും കൂടുതൽ അറിവ് തേടാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണ് എന്ത്, ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കുട്ടികളെ സ്വതന്ത്രമായി എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുന്നതിലൂടെയും ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ നൽകുന്നതിലൂടെയും ക്യൂരിയോസിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു. മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്താണ് ചെയ്യുന്നത്, കുട്ടികളെ സ്വതന്ത്രമായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട് അനുവദിക്കുന്നു അല്ലെ. മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് കൊടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട് മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കേട്ടോ. കൂടുതലും കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയെയാണ് എന്ത് പറയാ, ക്യൂരിയോസിറ്റി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ, എന്നിട്ട് തനിയെ പറയാൻ പറ്റുമെന്നൊന്ന് നോക്കിയേ. 5 മിനിറ്റ് സമയം തരാം.
കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ, വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം. എന്താണ് മനസ്സിലായവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞേ. ഇതിനകത്ത് കുറച്ച് ടഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന്റെ ഈസി വെർഷൻ ആദ്യം തന്നെ പറഞ്ഞു തന്നത്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ആൽഫിയ, അലിയാർ ഒന്ന് പറയാമോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താ കൊച്ചു വിളിക്കായിരുന്നു, അതാണ് ഞാൻ പിന്നെ മറുപടി എന്ന് പറയായിരുന്നേ. അതെയോ? ഓ, മനുഷ്യ ചിന്ത ബുദ്ധിയിലേക്ക് നയിക്കുന്നു, ബുദ്ധി അത് കൈയുടെ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ചിത്രം വരയ്ക്കാന്ന് വെച്ചോ, ഒരു ചിത്രം വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണം, നമ്മുടെ ബുദ്ധി അത് പ്രവർത്തിക്കും. ആ ബുദ്ധി മൈൻഡിലേക്ക് എടുത്തിട്ട് അത് നമ്മുടെ കൈയിലൂടെ അത് ആ ചിത്രവരയല്ലേ മാറുന്നത്. അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കണത്. അതുപോലെ തന്നെ ആദിമ മനുഷ്യൻ 2 കാലില് ചെയർ നിൽക്കത്തില്ല എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ മനുഷ്യന്റെ കണ്ടുപിടിക്കലുകളും ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ പറയണത്. പിന്നെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കണക്കൂട്ടിൽ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചാണ് കാൽക്കുലേഷനിൽ പറയുന്നത്. റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവന് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ചില ആളുകള്. ചില കാര്യങ്ങൾ അവന് താല്പര്യമുള്ള കാര്യങ്ങളിൽ അവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിന്നെ വർക്ക് എന്ന് പറഞ്ഞാലും ഒരു ഇൻകം എന്നുള്ള രീതിയിലും നമ്മൾ വർക്ക് ചെയ്യാം. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് അവന്റെ വർക്കാണ്. ശരിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക് അത് തുടങ്ങി ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരെ ഒന്ന് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കിയിട്ട് വരിക. അപ്പൊ കുറച്ചും കൂടി എളുപ്പവും പറയാനായിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യില്ലേ അടുത്ത ക്ലാസ്സിൽ? നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ തീർക്കാനായിട്ട് സാധിക്കും. അത് സാരില്ല ആൽഫിയ, കുഴപ്പമില്ല, കുഞ്ഞല്ലേ, സാരില്ല കേട്ടോ. സോറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാം. അടുത്ത മൺഡേ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാട്ടെ. നമുക്ക് ഇപ്പൊ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക നന്നായിട്ട്. പാടാണോ? ചാപ്റ്റർ ടഫ് ആയിട്ട് തോന്നുന്നുണ്ടോ?
അത്ര പാടൊന്നുമല്ല. മിസ് പറയണ്ടല്ലോ, പറഞ്ഞു തരുമ്പോ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ളതുള്ളൂ. ഓക്കെ, കുറച്ച് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു താങ്ക് യു മാം. മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.